എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമ്മൾ പഠിച്ച പോർഷൻസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ്, അതുപോലെ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റൻസ് കോഎഫിഷ്യൻസ്, അതിൽ തന്നെ ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ലീനിയർ ഇക്വേഷൻസിലെ ലെബിനിറ്റ്സ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്താൽ എങ്ങനെയാണ് അവിടുന്ന് ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ നോൺ ലീനിയർ കേസിൽ ബെർണോളിസ് ഇക്വേഷൻ, ആ ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെയാണ് ലെബിനിറ്റ്സ് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായിരുന്നു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസിൽ നമ്മൾ ഡീൽ ചെയ്തത്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഫൈനൽ സൊല്യൂഷൻ ഓൾവേസ് ഈക്വൽ ടു എന്തായിരിക്കും? സം ഓഫ് ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആയിരിക്കും. ഡിഫറെന്റ് ഫംഗ്ഷൻസിന് ബേസ്ഡ് ഓൺ ദ റൂട്ട് ഓഫ് ദ ഓക്സിലറി ഇക്വേഷൻ ഡിഫറെന്റ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് ആയിരിക്കും. അതുപോലെ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് എക്സ് അനുസരിച്ച് എന്ത് ചെയ്യും? വേരി ചെയ്യും. അതിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലാസ്റ്റ് നോക്കിയ പോർഷനാണ് യൂലേഴ്സ് കോഷി ഇക്വേഷൻസ്. നോർമൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു പർട്ടിക്കുലർ കേസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടൈപ്പ് ആണ് യൂലേഴ്സ് കോഷി ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെയും സൊല്യൂഷൻസ് മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോർമലി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഓർഡർ ആൻഡ് ഡിഗ്രി ആ ഇക്വേഷനിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാല് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോർമൽ പോളിനോമിയൽ ഫോർമാറ്റിലാണെങ്കിലും മാത്രം നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഡിഗ്രി ഫൈൻഡ് ചെയ്യാൻ പറ്റും. തിരിച്ച് ചില ക്വസ്റ്റ്യൻസിൽ ഡെറിവേറ്റീവ് ടേംസ്, ഫോർ എക്സാമ്പിൾ സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് ചില ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നാൽ അവിടെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല? ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നോർമൽ ക്വസ്റ്റ്യൻസിൽ ഡിഗ്രി ഓർഡറും ഓപ്ഷൻസിൽ ഒരു ഇൻഡിജർ വാല്യൂസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൽ ഒരു ഇൻഡയറക്റ്റ് ട്രിക്കും കാണത്തില്ല. അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്പെക്ട് ചെയ്യണം. അവിടെ ഏതെങ്കിലും ഡെറിവേറ്റീവ് ടേംസ് ഫംഗ്ഷൻ ഫോർമാറ്റിൽ വന്നാൽ ആ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പോളിനോമിയൽ ഫോമിലാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ടൈം ആണെന്ത്? ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെർഫോർ അതിലെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ദെർഫോർ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ആയിരിക്കും. ദെർഫോർ ഓപ്ഷൻ ബി തന്നെ ആയിരിക്കും. ഡിഗ്രിയും കൂടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡിഗ്രി എന്ന് പറയുന്നത് ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവില് 3 വന്നിട്ടുണ്ട്, പക്ഷെ ഹയസ്റ്റ് ഓർഡർ എന്തല്ല? ഫസ്റ്റ് ഓർഡർ അല്ല. ദെർഫോർ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡബിൾ ഡെറിവേറ്റീവ് ആണ്. അതിന്റെ പവർ ഇവിടെ 1 ആണ്. ദെർഫോർ ഡിഗ്രി 1 ആയിരിക്കും. ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ടൈപ്പ് ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ്. ലീനിയർ എന്നും തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ നോൺ ഹോമോജീനിയസ്. ഇവിടെ നോൺ എന്നുണ്ട്, നോൺ ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് എന്ന് കൺസിഡർ ചെയ്യലും. നോൺ ഹോമോജീനിയസും ലീനിയറും ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എക്സ് ആൻഡ് വൈ ആണെന്ത്? അവിടുത്തെ വേരിയബിൾസ് എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിളും വൈ എന്തായിരിക്കും? ഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും. ഓക്കെ, അന്നേരം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ,
y ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. Therefore അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരേണ്ടത് ഏത് ഫോർമാറ്റിലായിരിക്കണം? dy/dx ഫോർമാറ്റിലായിരിക്കണം. സെയിം ക്വസ്റ്റ്യൻ വേർ എക്സ് ആൻഡ് വൈ ആർ എന്താണ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് ആയിരുന്നെങ്കിൽ അവിടുത്തെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ടേം dx/dy ആയിരിക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ഓപ്ഷൻസ് അങ്ങനെ തരുന്നു, രണ്ട് ഓപ്ഷൻസ് dy/dx എന്ന് തരുന്നു. ഓൾവേസ് അറിഞ്ഞിരിക്കുക, dy/dxല് എക്സ് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ടാണ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈൻഡ് ചെയ്യുന്നത്. Therefore y ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആണ്. എക്സ് ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ എനി അതർ ഫംഗ്ഷൻ. ഇപ്പം ചില ക്വസ്റ്റ്യൻസിൽ എക്സ് ഈസ് ഈക്വൽ ടു 280 എന്ന് തരും. എക്സ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് 80. ഫൈൻഡ് dy/dx ഇഫ് ടി ഈസ് ഓൾസോ എ വേരിയബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ dy/dx ഫൈൻഡ് ചെയ്യാം? ഫസ്റ്റ് എന്താണ്, ഇവിടെ വൈയും എക്സും തമ്മിലുള്ള റിലേഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തരും. y ഇസ് ഈക്വൽ ടു 2x² എന്നോ അല്ലെങ്കിൽ x+3 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ റിലേറ്റീവ് തരും. അതുപോലെ എക്സ് എന്താണ് ഇൻ ടേംസ് ഓഫ് ടി ആയിട്ടും വേറൊരു ഇക്വേഷൻ തരും. Therefore dy/dx ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഫസ്റ്റ് ഇവിടെ y ആൾസോ ഇൻ ടേംസ് ഓഫ് ടി ആണെന്നിരിക്കട്ടെ. y ആൾസോ ഇൻ ടേംസ് ഓഫ് ടി ആണെന്നിരിക്കട്ടെ. ഫസ്റ്റ് dy/dt ഫൈൻഡ് ചെയ്യണം. അതിനെ dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? dy/dx കിട്ടും. ഇവിടെ എക്സ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ അനദർ വേരിയബിൾ എന്താണ്? ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും, ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനില് y ഓൾവേസ് ഫംഗ്ഷൻ ഓഫ് എന്താണ്? എക്സ് ആണ്. എക്സ് വീണ്ടും വേറൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Therefore y ഇവിടെ ഡിപ്പെൻഡ് എക്സ് ആണ്. എക്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി അതർ വേരിയബിൾ. Therefore എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. y ഓൾവേസ് എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. Therefore ഡിഫറൻഷ്യൽ ടേം dy/dx എന്നായിരിക്കും. ഇത് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കണം? ടേം dx/dy ഓക്കെ. ഇനി അതിന്റെ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx പ്ലസ് py ഈക്വൽ ടു q ആണെങ്കിൽ ഇവിടെ q ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ dy/dx പ്ലസ് py ഈക്വൽ ടു q ആണെങ്കിൽ വേറെ q ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കും. തിരിച്ച് q നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിന്റെ കൂടെ അത് എന്തുമായിരിക്കണം? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാല് dy/dx പ്ലസ് py ഈക്വൽ ടു q ഫോർമാറ്റിലാണ്. ഇവിടെ q എന്ന് പറയുന്നത് എന്താണ്? e⁻x ആണ്. p എന്ന് പറയുന്നത് എന്താണ്? x ആണ്. Therefore ഇത് ഏത് ഫോർമാറ്റിലാണ്? ലീനിയറും ആണ്, നോൺ ഹോമോജീനിയസും ആണ്. ഓപ്ഷൻ ബി നോക്കിയാല് ബിയുടെ റൈറ്റ് സൈഡ് 0 ആണ്. Therefore ഫംഗ്ഷൻ ഓഫ് എക്സ് q എന്താണ്? 0 ആണ്. q 0 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കും. Therefore ഓപ്ഷൻ ബി കറക്റ്റ് ആകത്തില്ല. ഇനി ഓപ്ഷൻ സി നോക്കിയാല് റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു എക്സ്പൊണൻഷ്യൽ ടേം വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡില് ഫംഗ്ഷൻ ഓഫ് y വീണ്ടും വന്നാൽ അത് എന്തായിരിക്കും? നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കും. സോറി, നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ എക്സ്പൊണൻഷ്യൽ റേസ് ടു -y ആണ്. എക്സ്പൊണൻഷ്യൽ ടൈം വന്നാൽ ഓൾവേസ് അതെന്തായിരിക്കും? ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ y ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഒരു ഫംഗ്ഷൻ അകത്ത് വന്നാൽ, ഇപ്പം ലോഗിനകത്ത് വന്നാല് അല്ലെങ്കിൽ സൈൻ ഓഫ് y എന്ന് വന്നാല് അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻ ഓഫ് y ഫോർമാറ്റിൽ വന്നാലൊക്കെ എന്തായിരിക്കും? അതൊരു നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. Therefore ഓപ്ഷൻ സിയും അതുപോലെ ഓപ്ഷൻ ഡി എന്തായിരിക്കും? നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. Therefore കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓപ്ഷൻ ബി ലീനിയർ ഇക്വേഷൻ ആണ്, പക്ഷെ അത് എന്തല്ല? ഹോമോജീനിയസ് അല്ല. സോറി, അതൊരു ഹോമോജീനിയസ് ആണ്, നോൺ ഹോമോജീനിയസ് അല്ല. Therefore ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
സർ റൈറ്റ് സൈഡിൽ ഇ റേസ് ടു മൈനസ് വൈക്ക് പകരം വൈയുടെ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ വന്നാലും നോൺ ലീനിയർ ആയിരിക്കുമോ? വൈ ക്യൂബെന്നോ അങ്ങനെ എന്തെങ്കിലും? വൈ ജസ്റ്റ് വൈക്ക് പകരം സോറി വൈക്ക് പകരം വൈ റേസ് ടു എൻ വേർ എൻ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായാലും അത് എന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. അതുപോലെ റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ ഓഫ് വൈ അല്ലെങ്കിൽ ആ വൈ വരുന്ന ടേം എന്താണ്? ട്രിഗണോമെട്രിക് ടേമിനകത്തോ അല്ലെങ്കിൽ ലോഗരിതമിക് ടേമിനകത്തോ എക്സ്പൊണൻഷ്യൽ പവർ ആയിട്ടോ ഒക്കെ വന്നാലും അതെന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. 1 വന്നാൽ എന്താന്ന് പറഞ്ഞ? 1 വന്നാല് റൈറ്റ് സൈഡിൽ ഒരു 1 വന്നാല് ആ വൈ വരുന്ന ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിൽ കൊണ്ടുവരാം. dy/dx പ്ലസ് എന്താണ്? വൈ ലെഫ്റ്റിൽ വരുമ്പം y ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഇത് ഹോമോജിനിയസ് ആണ്, പക്ഷെ അതെന്താണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതല്ല, ഈ വൈക്ക് പകരം അവിടെ 1 വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് പറഞ്ഞത് റൈറ്റ് സൈഡിൽ വരുന്ന എന്താണ്? റൈറ്റ് സൈഡിൽ വരുന്ന ക്യൂ എന്ന് പറഞ്ഞ ക്യൂ അല്ല, ആക്ച്വലി റൈറ്റ് സൈഡിൽ വരുന്ന ടേമില് വൈ റേസ് ടു എൻ എന്ന് പറയുന്ന ടേം ആണെന്നിരിക്കട്ടെ. എൻ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും? ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. എന്നിന്റെ വാല്യൂ എന്താണ്? എൻ നോട്ട് ഈക്വൽ ടു 1. സിമിലർലി എൻ നോട്ട് ഈക്വൽ ടു എന്താണ്? 0. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു -1 ആണെന്നിരിക്കട്ടെ. എൻ ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന ടേം എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ വൈ ആയിരിക്കും. അതെന്തായിരിക്കും? ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. സിമിലർലി എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന ടൈം വൈ സ്ക്വയർ ആയിരിക്കും. വൈ സ്ക്വയർ എന്തായിരിക്കും? ഒരു നോൺ ലീനിയർ ടൈമിലെ ഇക്വേഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. therefore n നോട്ട് ഈക്വൽ ടു 1 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും? ആ ഇക്വേഷൻ ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. എക്സാമ്പിൾ ആണ് ബെർണോളിസ് ഇക്വേഷൻ. അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണെന്ത്? ബെർണോളിസ് ഇക്വേഷൻ. പക്ഷെ ആ ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് റൈറ്റ് സൈഡിൽ വരുന്ന എന്താണ്? വൈ റേസ് ടു n കൊണ്ട് എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യും. അതിനുശേഷം വൈ റേസ് ടു 1 മൈനസ് എന്നിനെ ഒരു വേരിയബിൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ആ ഇക്വേഷനെ ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും സിമിലർ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ. ഓക്കെ സർ, ഒരു കോൺസ്റ്റന്റ് വരികയാണെങ്കിലോ റൈറ്റ് സൈഡ് അപ്പോഴും ലീനിയർ ആയിരിക്കും? അതായത് 6നോ 5നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ? അതെ, കോൺസ്റ്റന്റ് വന്നാലും ലീനിയർ ആയിരിക്കും. ക്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ് നമ്മൾ പഠിച്ചത്. കോൺസ്റ്റന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ എന്താണ് ബിടെക്കിൽ പഠിച്ചിട്ടുണ്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തില് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു DC സിഗ്നൽ ആഡ് ചെയ്താൽ ആ സിസ്റ്റം എന്തായിട്ട് മാറും? നോൺ ലീനിയർ ആയിട്ട് മാറും. പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടൈം വന്നാലും അത് എന്തായിരിക്കും? ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ടു ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു y ഇൻറ്റു 1 മൈനസ് വൈ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്? dy/dx ഈക്വൽ ടു y മൾട്ടിപ്ലൈഡ് വിത്ത് 1 മൈനസ് വൈ എന്നാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു തവണ ചെയ്താൽ നമുക്ക് ഈ എക്സാമിൽ എന്ത് ചെയ്യാൻ പറ്റും? വിത്തിൻ സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനില് റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഓഫ് വൈയും ലെഫ്റ്റ് സൈഡിൽ എന്താണ്? dy/dx ആണ്. therefore ഈ ഫംഗ്ഷനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കൺവേർട്ട് ചെയ്യാം. therefore നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? dy ഡിവൈഡ് ബൈ y ഇൻറ്റു 1 മൈനസ് വൈ ഈക്വൽ ടു dx എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഈ 1 ഡിവൈഡ് ബൈ ഇവിടെ dy ഡിവൈഡ് ബൈ y ഇൻറ്റു 1 മൈനസ് വൈ എന്നാണ്. ഓക്കെ, ഇതിനെ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്താൽ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പം വൈയുടെ ടേം ക്യാൻസൽ ആയി പോകണമെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. therefore y ഒഴിച്ച് ബാക്കി 0 കൊടുത്താൽ എന്തായിട്ട് മാറും? ന്യൂമറേറ്റർ ടൈം 1 ആയിട്ട് മാറും. therefore 1/y ആയിട്ട് മാറും. 1 മൈനസ് വൈ ക്യാൻസൽ ആകണമെങ്കിൽ വൈക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഇത് ഇങ്ങനെയാണ് ഞാൻ ഓക്കെ, അതിന്റെ ജനറൽ മെത്തേഡ് ഞാൻ ഒന്നുകൂടി പറയാം, അങ്ങനെ കുറച്ചുകൂടി ക്ലിയർ ആകും.
നിങ്ങൾ എന്താണ് ഇന്റഗ്രേഷനിൽ എന്താണ് ഫസ്റ്റ് ഓർഡർ ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഡിനോമിനേറ്റർ വന്നാൽ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യും. Therefore, ഇതിനെ ഏത് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാം? a ഡിവൈഡ് ബൈ y പ്ലസ് b ഡിവൈഡ് ബൈ 1 മൈനസ് y ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാം. ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇതിനെ സോൾവ് ചെയ്യുന്നത് ന്യൂമറേറ്റർ ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് y പ്ലസ് b ഇൻറ്റു y ചെയ്തു. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അതിനുശേഷം റൈറ്റ് സൈഡില് വൈക്ക് പകരം ഏതെങ്കിലും ഒരു വേരിയബിൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? എയും ബിയും കിട്ടും. റൈറ്റ് സൈഡില് y ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് y ഈസ് ഈക്വൽ ടു 1. y 1 കൊടുത്താൽ എയുടെ ടൈം ക്യാൻസൽ ചെയ്ത് പോകും. therefore നമുക്ക് b ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. സിമിലർലി y ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ ബിയുടെ ടൈം എന്തായിട്ട് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. 1 മൈനസ് 0 1 ആയിട്ട് മാറും. therefore a is equal to എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇവിടെ ഇതിന് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന് ഷോർട്ട് കട്ട് അല്ല, ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കുറച്ചിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഫസ്റ്റ് ഓർഡർ ടേംസിന്റെ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് എയുടെ വാല്യൂ വേണം. എയുടെ വാല്യൂ വേണമെങ്കിൽ ഈ y ആണ് ഇവിടുന്ന് നെഗ്ലക്റ്റ് ആയി പോകേണ്ടത്. y നെഗ്ലക്റ്റ് ആകണമെങ്കിൽ yക്ക് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. y ഒഴിച്ച് ബാക്കിയുള്ള ടേംസിൽ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. therefore 1 മൈനസ് വൈയില് y 0 ആയിട്ട് മാറിയാൽ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. therefore ന്യൂമറേറ്റർ ഓൾറെഡി 1 ആണ്. 1/1 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. നെക്സ്റ്റ് 1 മൈനസ് വൈയുടെ ന്യൂമറേറ്റർ ബി കിട്ടണമെങ്കിൽ ഈ 1 മൈനസ് വൈ എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. 1 മൈനസ് വൈ 0 ആകണമെങ്കിൽ y എന്തായിട്ട് മാറണം? 1 ആയിട്ട് മാറണം. therefore ഈ ടൈമിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്ത് കൊടുക്കും? y is equal to 1 കൊടുക്കും. therefore എന്തായിട്ട് മാറും? b is equal to 1 divided by 1 ആയിട്ട് മാറും. therefore നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് കിട്ടും? 1 divided by 1 മൈനസ് y കിട്ടും. സെയിം ക്വസ്റ്റ്യൻ വേറൊരു എക്സാമ്പിൾ എടുത്താൽ 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണെന്നിരിക്കട്ടെ. ഇതിന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇത് ഈക്വൽ ടു ഇത് ക്യാൻസൽ ആകണമെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഇവിടെ കൊടുക്കലും എന്താണ്? റിമൈനിങ് ടേംസിന് കൊടുക്കണം. therefore ആൻസർ എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ഈക്വൽ ടു 2 ആയിട്ട് മാറും. ഓക്കെ, സെക്കൻഡ് എക്സ് പ്ലസ് 1ന്റെ ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് കിട്ടണമെങ്കിൽ ഈ ടൈം 0 ആയിട്ട് മാറണം. ഈ ടൈം 0 ആകണമെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുക്കണം? -1 കൊടുക്കണം. therefore ഇവിടെ -1 കൊടുത്താൽ -1 -2 ആയിട്ട് മാറും. 1 ഡിവൈഡ് ബൈ -2 എന്തായിട്ട് മാറും? -1/2 ആയിട്ട് മാറും. therefore ഇതിന് എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം? 1/2 ഡിവൈഡ് ബൈ x മൈനസ് 1 -1/2 ഡിവൈഡ് ബൈ x പ്ലസ് 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 ഡിവൈഡ് ബൈ y ഇൻറ്റു 1 മൈനസ് വൈനെ 1/y പ്ലസ് 1/1 മൈനസ് y എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ബേസിക് മെത്തേഡ് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ് സർ. സർ നമുക്ക് ഈ ബേസിക് മെത്തേഡ് അറിയില്ലായിരുന്നു, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇന്റഗ്രേഷനില് ഫസ്റ്റ് ഓർഡർ ടേംസ് ഡിനോമിനേറ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിനെ സോൾവ് ചെയ്തത് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിനോമിനേറ്ററിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേംസ് വരാം. ഫസ്റ്റ് ഓർഡർ ടേംസ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ചില കേസിൽ സെക്കൻഡ് ഓർഡർ ടേംസ് ഡിനോമിനേറ്ററിൽ വരാം. നിങ്ങൾ കുറെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആ ടേംസ് ഒക്കെ ആക്ച്വലി എന്താണ്? ഡിനോമിനേറ്ററിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ്? എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതിവിടെ dy ഡിവൈഡ് ബൈ y ഇൻറ്റു 1 മൈനസ് y ഞാൻ എന്ത് ചെയ്തു? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തു. therefore പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും?
1/y പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് y എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? dx ആയിരിക്കും. dx ആയിരിക്കും. ഇനി ഈ dy-നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? dy ഡിവൈഡ് ബൈ y, dy ഡിവൈഡ് ബൈ 1 മൈനസ് y ഈക്വൽ ടു dx എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത്രയും ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഡിഫറൻഷ്യൽ ടേംസും ആ വേരിയബിൾസും സെയിം സൈഡിലാണ്. ദെർഫോർ ഇതിനെ സോൾവ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. റൈറ്റിലും ലെഫ്റ്റിലും എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ dy ഡിവൈഡ് ബൈ y ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നാച്ചുറൽ ലോഗരിതം ഓഫ് y ആയിരിക്കും. ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. 1 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് 1ന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. മൈനസ് വൈന്റെ ഡെറിവേറ്റീവ് മൈനസ് dy ആയിരിക്കും. ആ മൈനസ് ന്യൂമറേറ്ററിൽ വന്നിട്ടില്ല. ദെർഫോർ എക്സ്ട്രാ ഒരു മൈനസ് കൊടുത്താൽ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദെർഫോർ എക്സ്ട്രാ നെഗറ്റീവ് കൊടുത്താൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നെഗറ്റീവ് ഓഫ് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 മൈനസ് y എന്ന് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dx ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? x ആയിരിക്കും. പ്ലസ് എന്ത് കാണും? ഒരു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് c കാണും. ഞാനൊരു സ്മോൾ c എടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ln a മൈനസ് ln b ആണ്. ln a മൈനസ് ln b നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നാച്ചുറൽ ലോഗരിതം ഓഫ് a ഡിവൈഡ് ബൈ b എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, മൈനസ് ആണെങ്കിൽ ഡിവിഷൻ ആയിരിക്കും. Therefore ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നാച്ചുറൽ ലോഗരിതം ഓഫ് y ഡിവൈഡ് ബൈ 1 മൈനസ് y എന്ന് റെപ്രസെന്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് പ്ലസ് സി ആയിരിക്കും. ഈ നാച്ചുറൽ ലോഗരിതം കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ആന്റി ലോഗ് എടുക്കണം, അല്ലെങ്കിൽ എന്തെടുക്കണം? എക്സ്പൊണൻഷ്യൽ എടുക്കണം. Therefore നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുവാണ്. Therefore എനിക്ക് എഴുതാം y ഡിവൈഡ് ബൈ 1 മൈനസ് y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു സി ആയിരിക്കും. ഇ റേസ് ടു സിനെ അനദർ കോൺസ്റ്റന്റ് സി എന്ന് കൊടുക്കുന്നു. ഓക്കെ, y ഡിവൈഡ് ബൈ 1 മൈനസ് y ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു എക്സ് ആയിട്ട് മാറി. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് y ആണ്. ദെർഫോർ ഈ ഇക്വേഷനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? y ഇൻറ്റു 1 പ്ലസ് സി ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. Therefore y is equal to എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ സോറി 1 അല്ല, റൈറ്റിൽ എന്താണ്? സി ഇ റേസ് ടു എക്സ് ആണ്. സി ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സി ഇ റേസ് ടു എക്സ് ആയിരിക്കും ഇക്വേഷൻ. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി റിലേറ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ എന്താണ്? ബിയും സിയും ന്യൂമറേറ്റർ ടേംസ് മാത്രമാണ്. ഓപ്ഷൻ ഡി എന്താണ്? ന്യൂമറേറ്റർ ടേം മാത്രമാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ഓപ്ഷൻ എന്താണ്? y is equal to c e raised to x divided by 1 plus c e raised to x എന്നാണ്. ഇവിടെ എല്ലാ ടേംസിനെയും c e raised to x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡ് ബൈ 1 ബൈ c e raised to x പ്ലസ് 1 എന്ന് എഴുതാം. ഇവിടെ എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 by c into e raised to minus x എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇഫ് c is a constant, 1 by c again എന്തായിരിക്കും? അനദർ കോൺസ്റ്റന്റ് c ഡാഷ് ആയിരിക്കും. Therefore ഫൈനൽ സൊല്യൂഷൻ ഏത് ഫോർമാറ്റിലാണ് കിട്ടേണ്ടത്? y is equal to 1 divided by 1 plus c e raised to minus x ഫോർമാറ്റിലാണ് കിട്ടേണ്ടത്. Therefore ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: dy by dx ഈക്വൽ ടു 1 പ്ലസ് കോസ് 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് 2x. ഇതിനെ നമുക്ക് ഏത് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാം. dy by dx ഈക്വൽ ടു 1 പ്ലസ് കോസ് 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് 2y എന്നാണ്. 1 മൈനസ് കോസ് 2x എന്നാണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? dy ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2y ഈക്വൽ ടു
dx ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് 2x ആയിട്ട് മാറും. എക്സും അതിന്റെ വേരിയബിളും സിമിലർലി വൈയും അതിന്റെ വേരിയബിളും എന്താണ് സെയിം സൈഡിലാണ്. ദർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് dy ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് 2y ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് 2x ആയിട്ട് മാറും. നമുക്കറിയാം 1 പ്ലസ് കോസ് 2 തീറ്റ എന്താണ്, 2 കോസ് സ്ക്വയർ തീറ്റയാണ്. ഇവിടെ കോസ് ടു തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. 1 എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അത് എന്താണ്, സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. സിമിലർലി 1 മൈനസ് കോസ് 2 തീറ്റ എന്തായിരിക്കും, 2 സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. അത് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 1 പ്ലസ് കോസ് 2y ഈക്വൽ ടു എന്താണ്, 2 കോസ് സ്ക്വയർ y ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, ഒരു 2 ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും, സി സ്ക്വയർ തീറ്റ ആയിട്ട് മാറും. ദർഫോർ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സി സ്ക്വയർ ബൈ ഡി വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ 1 മൈനസ് കോസ് 2x ആണ്. അതെന്താണ്, 2 സൈൻ സ്ക്വയർ ആണ്. 2 ഓൾറെഡി പുറത്ത് വന്നു. സൈൻ സ്ക്വയർ തീറ്റ ന്യൂമറേറ്ററിൽ പോയാൽ എന്തായിട്ട് മാറും, കൊസി സ്ക്വയർ എക്സ് ഡി എക്സ് ആയിട്ട് മാറും. ഓക്കെ, ഡൗട്ടില്ലെന്ന് കരുതുന്നു. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണെന്ത്, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ആണ് 6 സ്ക്വയർ എക്സ്. ദർഫോർ 6 സ്ക്വയർ എക്സ് ഡി എക്സ് എന്തായിരിക്കും, ടാൻ എക്സ് ആയിരിക്കും. അതുപോലെ എന്താണ്, കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസി സ്ക്വയർ എക്സ്. ദർഫോർ ഇന്റഗ്രൽ ഓഫ് കൊസി സ്ക്വയർ എക്സ് ഡി എക്സ് എന്തായിരിക്കും, മൈനസ് കോട്ടെക്സ് ആയിരിക്കും. ദർഫോർ നമുക്ക് എഴുതാം, ഇവിടെ 1/2 ക്യാൻസൽ ആയി പോകും. ദർഫോർ ടാൻ വൈ ഈക്വൽ ടു എന്താണ്, മൈനസ് കോട്ടെക്സ് പ്ലസ് സി എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ടാൻ വൈ പ്ലസ് കോട്ടെക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് സി എന്ന് എഴുതാം. Therefore, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇവിടെ എന്തായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, x plus y is equal to z. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ് എന്നാണോ? z. ഓക്കെ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് കൊടുക്കാം. പക്ഷെ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും. നമുക്ക് x എന്ത് plus y ചെയ്യാം, minus 1 equal to മൈനസ് 1 കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നാല് ഇവിടെ വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന്റെ പവർ 1 അല്ലെങ്കിലാണ്. Therefore ഇവിടെ എന്ത് ചെയ്യാം, ലെറ്റ് എന്താണ്, എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു അനദർ വേരിയബിൾ ഇസഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താല് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 പ്ലസ് വൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഈക്വൽ ടു എന്തായിരിക്കും, ഡി ഇസഡ് ബൈ ഡി എക്സ് ആയിരിക്കും. Therefore dy by dx equal to dz by dx minus 1 ആയിട്ട് മാറും. ഇതായിരുന്നു ഇക്വേഷൻ 1 എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. Therefore ഈ dy by dx ന്റെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്തായിട്ട് മാറും, dy by dx equal to dz by dx minus 1 ആയിട്ട് മാറും, which is equal to ഇസഡ് സ്ക്വയർ ആയിട്ട് മാറും. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിനെയും സോൾവ് ചെയ്യാൻ ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റിൽ കൊണ്ടുപോകാം. ഈ ഇങ്ങനെ വന്നാൽ എപ്പോഴും ഓർത്തിരിക്കുക, എന്താണ്, ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റിൽ കൊണ്ടുപോയിട്ട് ആ ഫുൾ റൈറ്റ് ടൈമിനെ എന്ത് ചെയ്യുക, ലെഫ്റ്റിൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. Therefore ഇത് എന്തായിട്ട് മാറും, dz by z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു dx ആയിട്ട് മാറും. വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റിലായിട്ട് മാറി. Therefore നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 1 by z സ്ക്വയർ പ്ലസ് 1ന്റെ ഇന്റഗ്രേഷൻ എന്താണ്, ടാൻ ഇൻവേഴ്സ് ഇസഡ് ആണ്. ടാൻ ഇൻവേഴ്സ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് സി ആയിട്ട് മാറും. ഓക്കെ, therefore നമുക്ക് പറയാം എക്സ് ഇസഡ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ടാൻ വൈ ആയിരിക്കും.
y is equal to tan inverse x ആണെങ്കിൽ x is equal to എന്തായിരിക്കും tan y ആയിരിക്കും. therefore നമുക്ക് പറയാം z equal to എന്തായിരിക്കും tan of x plus c ആയിരിക്കും. ഇവിടെ z എന്ന് പറയുന്നത് എന്താണ് x plus y minus 1 ആണ്. therefore x plus y minus 1 equal to tan of x plus c ആയിരിക്കും. therefore y is equal to എന്തായിരിക്കും y is equal to -1 റൈറ്റിൽ പോകുമ്പം +1 ആയിട്ട് മാറും. therefore 1 minus x plus tan of x plus c ആയിരിക്കും ആൻസർ. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ തന്നിട്ടില്ല. ഞാൻ ഓപ്ഷൻ സി ആയിട്ട് അത് കൺസിഡർ ചെയ്തു. y is equal to കറക്റ്റ് സൊല്യൂഷൻ എന്താണ് 1 minus x plus tan of x plus c ആണ് സൊല്യൂഷൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചാല് ചെയ്യേണ്ടത് തന്നെ ഓർത്തിരിക്കുക. അതിന്റെ സൊല്യൂഷൻ എന്താണ് y is equal to 1 minus x plus tan of x plus c ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫാമിലീസ് ഓഫ് കർവ് റെപ്രസെന്റഡ് ബൈ ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ dy by dx equal to minus of x divided by y the whole power n ആണ്. ഫോർ n is equal to -1 and n is equal to +1. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ എന്നിന്റെ വാല്യൂ -1ഉം +1ഉം ആയാല് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ട്സ് ടു ഏത് ഫാമിലി ഓഫ് കർവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് അസ്യൂം ചെയ്യാം n is equal to -1 എന്ന് അസ്യൂം ചെയ്യാം. n is equal to -1 ആയാല് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിട്ട് മാറും dy by dx equal to n -1 ആണ്. therefore ഇവിടെ റേസ്റ്റ് -1 ആയിരിക്കും. റേസ്റ്റ് -1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം -y ഡിവൈഡഡ് ബൈ x എന്ന് റെപ്രസെന്റ് ചെയ്യാം. റേസ്റ്റ് -1 ആയതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് മാറും. x ബൈ y എന്തായിട്ട് മാറും y ഡിവൈഡഡ് ബൈ x ആയിട്ട് മാറും. therefore ഈ ഇക്വേഷൻ സോൾവ് ചെയ്താല് എന്തായിട്ട് മാറും dy by y ഈക്വൽ ടു -dx by x ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റിലാണ്. therefore എന്ത് ചെയ്യാം ഇന്റഗ്രേറ്റ് ചെയ്യാം. ln of y ഈക്വൽ ടു -ln of x പ്ലസ് c എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ മൈനസിനെ ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറും ln of y പ്ലസ് ln of x ആയിട്ട് മാറും. ഈക്വൽ ടു എ കോൺസ്റ്റന്റ് c ആയിട്ട് മാറും. ഇതിനെ ഏത് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാം ln a പ്ലസ് ln b ആണെങ്കിൽ എന്തായിരിക്കും ln ab ആയിരിക്കും. therefore natural logarithm of xy equal to a constant c ആണ്. therefore xy equal to e raised to c. e raised to c നെ another constant c dash എന്ന് റെപ്രസെന്റ് ചെയ്യാം. xy equal to constant ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഫാമിലി ഓഫ് കർവ് എന്തായിരിക്കും ഹൈപ്പർബോള, റെക്ടാങ്കുലർ ഹൈപ്പർ. അതെ, റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. therefore ഓപ്ഷൻ എ ഓർ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, സെയിം എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും dy by dx equal to -x by y കിട്ടും. ഇവിടെ സോൾവ് ചെയ്താൽ y dy equal to -x dx കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും y സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്താണ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കിട്ടും. ഇത് ഏത് ഫാമിലി ഓഫ് കർവിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് സർക്കിൾ അല്ലേ സർ? അതെ 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 അതെ, താങ്ക് യു. സർക്കിൾ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണെന്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് സ്ക്വയർ. ബേസിക് ഇക്വേഷൻ ഓഫ് സർക്കിൾ നമുക്കറിയാം എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് സ്ക്വയർ ആയിരിക്കും. ഇവിടെ എച്ച് കെ ഒറിജിൻ ആണെങ്കിൽ എന്താണ് ആ ഇക്വേഷൻ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. കാരണം ഈ സെയിം ക്വസ്റ്റ്യനില് എന്താണ് ചില ടേംസിൽ ഫസ്റ്റ് ഓർഡർ ടേംസ് വരാം. ഇവിടെ എക്സ് ഡിവൈഡ് ബൈ വൈ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും ഫോർമാറ്റിൽ തരാം. അതിനെയും ഫാമിലി ഓഫ് കർവ് ഐഡന്റിഫൈ ചോദിച്ചാൽ ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിള് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx plus 2fy plus a constant equal to 0. ഈ ഫോർമാറ്റിലാണെങ്കിൽ ഓൾവേസ് അത് എന്തായിരിക്കും ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് എന്താണ്
സർക്കിളാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? സർക്കിളാണ്. അതിന്റെ റേഡിയസ് സ്ക്വയർ റൂട്ട് ഓഫ് സി ആയിരിക്കും. അതിന്റെ സെന്റർ അറ്റ് ഒറിജിൻ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതും ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. മൈനസ് എക്സ് ഡിവൈഡ് ബൈ വൈ റേസ് ടു എൻ ആണെങ്കിൽ, എക്സ് ബൈ വൈ അല്ല, മൈനസ് എക്സ് ഡിവൈഡ് ബൈ വൈ റേസ് ടു എൻ ആണെങ്കിൽ എൻ ഈസിക്കൽ മൈനസ് വണ്ണിൽ ഹൈപ്പർബോള ആയിരിക്കും, എൻ ഈസിക്കൽ ടു വണ്ണില് അതൊരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഈ ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും അതെന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും അതെന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് ചോദിച്ചോളൂ. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ സെയിം വേരിയബിൾ സെപ്പറബിൾ ക്വസ്റ്റ്യൻ ആണ്. dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ, ഇ റേസ് ടു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ആണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാം. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു വൈനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെർഫോർ ഇ റേസ് ടു മൈനസ് വൈ കോമൺ ആണ്. ആ ഇ റേസ് ടു മൈനസ് വൈ ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറും? ഡി വൈ ഡിവൈഡ് ബൈ ഇ റേസ് ടു മൈനസ് വൈ ആയിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? മൾട്ടിപ്ലൈഡ് വിത്ത് ഡി എക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇ റേസ് ടു മൈനസ് വൈ ന്യൂമറേറ്ററിൽ പോയാൽ എന്തായിട്ട് മാറും? ഇ റേസ് ടു പ്ലസ് വൈ ആയിട്ട് മാറും. ദെർഫോർ എല്ലാ ടേംസും അതിന്റെ ഡിഫറൻഷ്യൽ ടേംസും എന്താണ്? സെപ്പറബിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ദെർഫോർ ഇന്റഗ്രൽ ഓഫ് എന്താണ്? ഇ റേസ് ടു വൈ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആയിരിക്കും. ദെർഫോർ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇ റേസ് ടു വൈയുടെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു വൈ തന്നെ ആയിരിക്കും. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു എക്സ് തന്നെ ആയിരിക്കും. പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? എക്സ് ക്യൂബ് ബൈ 3 ആയിരിക്കും. പ്ലസ് അനദർ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി വരും. ഓക്കെ, ഈ സെയിം ഫോർമാറ്റിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡിയില് എന്താണ്? ഇ റേസ് ടു എക്സും എക്സ് ക്യൂബ് ബൈ 3യും എന്താണ്? നെഗറ്റീവ് ആണ്. അതുപോലെ എക്സ്ട്രാ ആയിട്ടൊരു വൈ വന്നിട്ടുണ്ട്. ദെർഫോർ ഈ ഓപ്ഷൻസ് ഒക്കെ എന്താണ്? റോങ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ എന്താണ്? ഇ റേസ് ടു ടേംസ് വരുന്ന ടേം എന്താണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് എന്താണ്? ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയറിലെ ISROക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗിവൻ ബിലോ, ദ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നു, ഇവിടുത്തെ പി വാല്യൂ എന്തായിരിക്കും? എന്തായിരിക്കും? കേട്ടില്ല. X by 1 minus x square. ഓക്കെ, എക്സ് ബൈ 1 മൈനസ് എക്സ് കൺസിഡർ ചെയ്യലും. കാരണം എന്താണ്? ഇതിന്റെ റൈറ്റ് സൈഡിൽ എന്ത് വന്നിട്ടുണ്ട്? റൂട്ട് വൈ വന്നിട്ടുണ്ട്. എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഏത് ഫോമിലല്ല? ലെബിനിസ് ഫോമിലല്ല. ലെബിനിസ് ഫോമിൽ ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇവിടുത്തെ പി ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന്. പക്ഷെ ഇവിടെ റൈറ്റ് സൈഡിൽ ആര് വന്നിട്ടുണ്ട്? റൂട്ട് വൈ വന്നിട്ടുണ്ട്. ദെർഫോർ ഇത് ഏത് ഇക്വേഷൻ ആണ്? ബെർണോളിസ് ഇക്വേഷൻ ആണ്. ഈ ബെർണോളിസ് ഇക്വേഷനെ ഏത് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യണം? ലെബിനിസ് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. റൈറ്റ് സൈഡില് വൈ റേസ് ടു എൻ ടേം വന്നാൽ ആ വൈ റേസ് ടു എൻ കൊണ്ട് എല്ലാ ടേംസിനും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആരാണ്? വൈ റേസ് ടു 1/2 ആണ്. ആ വൈ റേസ് ടു 1/2 കൊണ്ട് എല്ലാ ടേംസിനും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ദെർഫോർ ഇക്വേഷൻ എന്തായിട്ട് മാറും? വൈ റേസ് ടു മൈനസ് 1/2 ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. വൈ ബൈ വൈ റേസ് ടു 1/2 എന്താണ്? വൈ റേസ് ടു 1/2 ആണ്. വൈ എന്ന് പറയുന്നത് റൂട്ട് വൈ മൾട്ടിപ്ലൈഡ് വിത്ത് റൂട്ട് വൈ ആണ്. ദെർഫോർ ഒരു വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിട്ട് മാറും? റൂട്ട് വൈ ആയിട്ട് മാറും. അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വൈ റേസ് ടു 1/2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ വൈ റേസ് ടു 1/2 ലെറ്റ് വൈ റേസ് ടു 1/2 ഈക്വൽ ടു
അനദർ വേരിയബിൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. therefore 1/2 into y raised to 1/2 minus 1 equal to minus 1/2 multiplied with dy by dx equal to എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? dz by dx എന്ന് റെപ്രസെന്റ് ചെയ്യാം. therefore ഇവിടെ 1/2 എക്സ്ട്രാ ആണ്. ആ 1/2 നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. therefore ഇത് എന്താണ്? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് ഇക്വേഷൻ എന്തായിട്ട് മാറും? 2 into dz by dx plus x divided by 1 minus x square y raised to 1/2. സോറി, y raised to 1/2 ഞാൻ z ആക്കി ഈക്വൽ ടു എന്തായിട്ട് മാറും? x ആയിട്ട് മാറും. therefore dz by dx plus x divided by 2 into 1 minus x square z equal to x ആയിട്ട് മാറി. ഇത് ഏത് ഫോമിലാണ്? ഓക്കെ, ലെബ്നിറ്റ്സ് ഇക്വേഷന്റെ ഫോമിലാണ്. therefore എനിക്ക് പറയാം p is equal 2 വന്നു. എക്സ്ട്രാ ആര് വന്നു? ഒറിജിനൽ ഇക്വേഷനിൽ x by 1 minus x square ആയിരുന്നു. പക്ഷെ അതിന്റെ ആക്ച്വൽ ലെബ്നിറ്റ്സ് ഇക്വേഷൻ ജനറലി നമുക്ക് പറയാം എക്സ്ട്രാ വരുന്നത് ആരായിരിക്കും? എക്സ്ട്രാ വരുന്ന ആരായിരിക്കും? 1 മൈനസ് n ആയിരിക്കും എക്സ്ട്രാ വരുന്നത്. ഓൾവേസ് എക്സ്ട്രാ വരുന്നത് ആരായിരിക്കും? 1 മൈനസ് n ആയിരിക്കും. 1 മൈനസ് n എവിടെ ആയിരിക്കും എക്സ്ട്രാ വരുന്നത്? പിയുടെ കൂടെ ആയിരിക്കും. പിയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1 മൈനസ് n വരും. അതിന്റെ റീസൺ ബെർണോളിസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു y raised to n കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. therefore അവിടെ y raised to 1 മൈനസ് n വരും. y raised to 1 മൈനസ് n-ന്റെ എന്താണ് ഡെറിവേറ്റീവ് ടേം വരാൻ വേണ്ടിയിട്ട് y raised to എന്താണ് 1 മൈനസ് n-ന്റെ ഒരു കോൺസ്റ്റന്റ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത്. therefore എക്സ്ട്രാ ആയിട്ട് എന്ത് വരും? 1 മൈനസ് n എന്ന് പറഞ്ഞൊരു ടേം വരും. ഇവിടുത്തെ n ആരാണ്? 1/2 ആണ്. therefore 1 minus 1/2 equal to 1 divided by 2 എക്സ്ട്രാ വരും. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ y raised to 3 ആണെന്ന് ഇരിക്കട്ടെ. റൈറ്റ് സൈഡില് 1 മൈനസ് 3 എന്താണ്? -2 ആണ്. therefore -2 കൂടെ എടുത്തിട്ടായിരിക്കണം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനേർക്ക് അറിയാം എന്തായാലും. ഇവിടെ എന്താണ് √y സ്റ്റുഡൻസിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ത് ചെയ്യത്തില്ല? കൺസിഡർ ചെയ്യത്തില്ല. അവർ ചെയ്തത് റോങ് ആയിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു എക്സ്ട്രാ y ടേം കൂടി തന്നിരിക്കുന്നത്. നമ്മൾ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണും. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണുമ്പം നമ്മൾ എക്സാമിന്റെ എന്താണ് അറ്റ്മോസ്ഫിയറിൽ നമ്മളെ വിഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. ബാക്കി ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. therefore p is equal to x by 1 minus x square എന്ന് കൺസിഡർ ചെയ്യും. അതിൽ നിന്ന് ആൻസർ ഫൈൻഡ് ചെയ്യും. ഓപ്ഷൻ എന്തായാലും 4 ഒരെണ്ണമായിരിക്കും. അത് കറക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അതെന്തായിരിക്കും? റോങ് ആൻസർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാം. therefore ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു e raised to x divided by 1 minus x square multiplied with 2 ആണ്. ഓക്കെ, ഇവിടെ 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -2x ആണ്. ന്യൂമറേറ്ററിൽ ജസ്റ്റ് 2x ആണ്. അതിനെ -2x ആക്കാൻ എന്ത് ചെയ്യാം? -2 കൊണ്ട് ഡിവൈഡും ചെയ്യാം, മൾട്ടിപ്ലൈയും ചെയ്യാം. therefore ടോട്ടലി എന്തായിട്ട് മാറും? e raised to -1/4 നാച്ചുറൽ ലോഗരിതം ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഇതിൽ ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -2x ആണ്. -2x വരാൻ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, therefore e raised to -1/4 ഓഫ് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറി. ഈ -1/4-നെ ഈ 1 മൈനസ് എക്സ് സ്ക്വയറിൽ കൊണ്ടുപോയാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? e raised to നാച്ചുറൽ ലോഗരിതം ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ റേസ്ഡ് ടു -1/4 എന്ന് എഴുതാം. ഈ എക്സ്പോണൻഷ്യലും നാച്ചുറൽ ലോഗരിതവും ക്യാൻസൽ ആയി പോകും. therefore ആൻസർ എന്തായിരിക്കും? 1 മൈനസ് എക്സ് സ്ക്വയർ റേസ്ഡ് ടു -1/4 ആയിരിക്കും ആൻസർ. therefore ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാല് എക്സ്ട്രാ ആയിട്ട് ഒരു 1 - n വരുമെന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇതിന് ജനറൽ ആയിട്ട് ഞാനൊരു ഇക്വേഷൻ പറയാം. നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ബെർണോളിസ് ഇക്വേഷന്റെ എന്താണ് ഫോം എന്താണ്? dy/dx പ്ലസ് py ഈക്വൽ ടു എന്താണ്? റൈറ്റ് സൈഡില് ഫംഗ്ഷൻ ഓഫ് എക്സ് ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഇൻറ്റു y റേസ് ടു n ആണെന്നിരിക്കട്ടെ. അവിടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പം അവിടുത്തെ ആക്ച്വൽ പി എന്താണ്? ആക്ച്വൽ പി ഈക്വൽ ടു ഈ സ്മോൾ പി, ഇതിന് ഞാൻ സ്മോൾ പി എന്ന് എടുക്കുന്നു. ആ സ്മോൾ പി മൾട്ടിപ്ലൈഡ് വിത്ത് 1 - n ആണ് ആക്ച്വൽ പി. ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഇത്രയും സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയും ടൈം കളയേണ്ട കാര്യമില്ല. ആക്ച്വൽ പി എന്താണ്? അവിടുത്തെ സ്മോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് 1 - n ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഹലോ, ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. താങ്ക് യു. ഓക്കെ, അന്നേരം ഇത് മാത്രം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഫോമിൽ നിന്നാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ഇതാണ്. അവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ട്. therefore ഇതൊരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? d³ മൈനസ് 3d² പ്ലസ് 3d മൈനസ് 1 ആണ്. therefore ഓക്സിലറി ഇക്വേഷൻ നമുക്ക് എഴുതാം. ടോട്ടൽ സൊല്യൂഷൻ ഈക്വൽ ടു എന്തായിരിക്കും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആയിരിക്കും. therefore ഇവിടെ ഫസ്റ്റ് എന്ത് ഫൈൻഡ് ചെയ്യണം? ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട്സ് ഫൈൻഡ് ചെയ്യണം. ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? ഇതാണ്. ഓക്കെ, ഇത് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നോർമലി തേർഡ് ഡിഗ്രി ഇക്വേഷൻസ് തന്നാല് മിഡിലിൽ വന്നിരിക്കുന്ന ടേംസിന് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതൊരു ക്ലാസ്സിൽ സെപ്പറേറ്റ്ലി പറയാം. ഇവിടെ n³ മൈനസ് 3m² m² മൈനസ് 2m² എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സിമിലർലി 3m 2m പ്ലസ് m എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, therefore ഇവിടെ രണ്ടിടത്ത് m² കോമൺ എടുത്താൽ m² ഇൻറ്റു m മൈനസ് 1 ആയിട്ട് മാറും. ഇവിടെ 2m കോമൺ എടുത്താൽ m മൈനസ് 1 ആയിട്ട് മാറും. ഫൈനലി എന്തുണ്ട്? ഒരു m മൈനസ് 1 ഉണ്ട്. ഇവിടെ ടോട്ടൽ m മൈനസ് 1 കോമൺ എടുത്താൽ m² മൈനസ് 2m പ്ലസ് 1 ആയിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു 0. therefore m മൈനസ് 1 ഇൻറ്റു ഇത് ആക്ച്വലി എന്താണ്? m മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. therefore m മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. therefore m is equal to എന്തായിരിക്കും? 1,1,1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ തന്നാലും തന്നെ നമുക്കറിയാം എന്താണ്? x³ പ്ലസ് x³ ഫോർമാറ്റിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് a+b ദ ഹോൾ ക്യൂബ് നമുക്കറിയാം. a+b ദ ഹോൾ ക്യൂബ് നമുക്കറിയാം. a³ പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b³ ആണ്. മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും? a³ മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് എന്താണ്? b³ ആണ്. ആ സെയിം ഫോർമാറ്റിലാണ് ഇവിടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇവിടെ എക്ക് പകരം എന്താണ്? എക്ക് പകരം d ആണ്, bക്ക് പകരം 1 ആണ്. therefore ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം ഇത് ആക്ച്വലി എന്താണ്? m മൈനസ് 1 ദ ഹോൾ ക്യൂബ് ആണ്. therefore 3 റൂട്ട്സ് എന്ത് കിട്ടി? സെയിം റൂട്ട് വാല്യൂസ് കിട്ടി. therefore കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? c1 പ്ലസ് c2x പ്ലസ് c3x². 4 ആയിരുന്നെങ്കിൽ c4x³ വരും. 5 ആയിരുന്നെങ്കിൽ c5x⁴ വരും. ഇവിടെ 3 റൂട്ട്സ് ആയതുകൊണ്ട് ഇവിടം വരെ മതി, c3x² വരെ മതി. ഇൻറ്റു എന്തായിരിക്കും? ആ റൂട്ട് ഇൻറ്റു എക്സ് ആയിരിക്കും. ഇവിടുത്തെ റൂട്ട് ആരാണ്? 1 ആണ്. therefore 1 ഇൻറ്റു എക്സ് ആയിരിക്കും. അങ്ങനെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണ്, ഓപ്ഷൻ ബി മാത്രമാണ്. നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി 2 ഓപ്ഷൻസ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ഇന്റഗ്രൽ കൂടി ഫൈൻഡ് ചെയ്യണം. ഇവിടുത്തെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈക്വൽ ടു എന്താണ്? റൈറ്റ് സൈഡില് x² ഇൻറ്റു e⁻⁴ ആണ് ഡിവൈഡഡ് ബൈ എന്താണ്?
ഡി ക്യൂബ് മൈനസ് 3d² പ്ലസ് 3d മൈനസ് 1 ആണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഫങ്ഷൻ ഓഫ് എക്സ് ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആ ഇ റേസ് ടു എക്സിനെ കോമൺ ആയിട്ട് പുറത്തെഴുതും. എഫ് ഓഫ് എക്സിനെ മാത്രം ഓപ്പറേറ്റ് ചെയ്യും ബൈ റീപ്ലേസിങ് ഓൾ ദ ഡിനോമിനേറ്റർ ടൈം ദ ഡി ഈസ് റീപ്ലേസ്ഡ് വിത്ത് എന്തായിരിക്കും? ഡി പ്ലസ് എ ആയിരിക്കും. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഈ പ്രോപ്പർട്ടി ഓക്കെ, ഈ പ്രോപ്പർട്ടിയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ എന്ന് കരുതുന്നു. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ ഇ റേസ് ടു എക്സ് ആണ് വന്നിരിക്കുന്നത്. ദെർഫോർ അതിനെ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം? ഡിനോമിനേറ്റർ ഈക്വൽ ടു ഏത് ഫോർമാറ്റിലാണ്? ഡി മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഫോർമാറ്റിലാണ്. ഇവിടെ ഇ റേസ് ടു എക്സിനെ കോമൺ ആയിട്ട് പുറത്ത് എഴുതിയാൽ x² ഡിവൈഡ് ബൈ ഡി മാറി എന്തായിട്ട് മാറും? ഡി പ്ലസ് ആൽഫ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡി പ്ലസ് എ ആയിട്ട് മാറും. ഇവിടുത്തെ എ ആരാണ്? 1 ആണ്. ദെർഫോർ ഡി പ്ലസ് 1 മൈനസ് 1 ദ ഹോൾ ക്യൂബ് ആയിട്ട് മാറും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ എന്തായിട്ട് മാറും? ഇ റേസ് ടു എക്സ് ഇൻറ്റു x² ഡിവൈഡ് ബൈ ഡി ക്യൂബ് ആയിട്ട് മാറും. ഓക്കെ, നമുക്കറിയാം 1/d എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്. 1/d² ഡബിൾ ഇന്റഗ്രേഷൻ ആണ്. 1/d³ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ആണ്. ദെർഫോർ ആൻസർ എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് ഇൻറ്റു x² ട്രിപ്പിൾ ഇന്റഗ്രേഷൻ എന്താണ്? 2 + 1 + 1 + 1 ആയിരിക്കും. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ടേംസ് ആരൊക്കെ ആയിരിക്കും? 3 ആയിരിക്കും. 3 + 1 4 ആയിരിക്കും. 4 + 1 5 ആയിരിക്കും. Therefore ആൻസർ എന്തായിരിക്കും? ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 5 ഡിവൈഡ് ബൈ 3 × 4 × 5 ഈക്വൽ ടു 60 ആയിരിക്കും. Therefore ഏത് ആൻസർ തന്നെയാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. സെയിം എന്താണ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ പർട്ടിക്കുലർ ഇന്റഗ്രലിൽ മാത്രം ചോദിക്കാം. 4 ഡിഫറെന്റ് ഓപ്ഷൻസ് തരാം. അത് ഓർത്തിരിക്കുക. ഇ റേസ് ടു എക്സും ഇ റേസ് ടു എ എക്സും എഫ് ഓഫ് എക്സും വന്നാൽ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഓക്കെ താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² y by dx² പ്ലസ് k² y ഈക്വൽ ടു 0. ഇതൊരു ഹോമോജിനിയസ് ഇക്വേഷൻ ആണ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. The boundary conditions are y is equal to 0 when x is equal to 0 and y is equal to 0 when x is equal to small a. The form of non-zero solution of y in terms of x ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ ലെങ്ത് നോക്കണ്ട, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. d² y by dx² ഈക്വൽ ടു പ്ലസ് k² y is equal to k² y is equal to 0 എന്നാണ് തന്നിരിക്കുന്നത്. Therefore നമുക്ക് എന്ത് എഴുതാം? ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ ഈക്വൽ ടു m² പ്ലസ് k² ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഇതൊരു ഹോമോജിനിയസ് ഇക്വേഷൻ ആണ്. Therefore ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമായിരിക്കും. ഇവിടുന്ന് നമുക്ക് കിട്ടും m is equal to പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് k² കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് k² കിട്ടും. ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് കെ ഐ ആയിരിക്കും. കെ ഐ ആണ് റൂട്ടെങ്കിൽ കറസ്പോണ്ടിങ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ്. ഇവിടുത്തെ ആൽഫ എന്താണ്? ആൽഫ 0 ആണ്. ആൽഫ 0 ആണ്. 0 പ്ലസ് ഓർ മൈനസ് കെ ഐ ആണെങ്കിൽ അതിന്റെ റൂട്ട്സ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? ഇ റേസ് ടു 0x മൾട്ടിപ്ലൈഡ് വിത്ത് c1 കോസ് kx പ്ലസ് c2 സൈൻ kx ഫോർമാറ്റിലായിരിക്കും. Therefore എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? c1 കോസ് kx പ്ലസ് c2 സൈൻ kx എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻസിൽ c1 c2 ഒന്നുമില്ല. Therefore എന്ത് അപ്ലൈ ചെയ്യണം? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻസ് നമ്മുടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ കോൺസ്റ്റന്റ് സോൾവ് ചെയ്യാൻ
ആ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ത് ചെയ്തു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Therefore ഇവിടുത്തെ ടോട്ടൽ സൊല്യൂഷൻ ഈക്വൽ ടു എന്തെന്ന് തന്നെ എഴുതാം, y എന്ന് തന്നെ എഴുതാം. ഇവിടുത്തെ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. Therefore y is equal to c1 cos kx plus c2 sin kx ആയിട്ട് മാറും. ഇതാണ് ഇക്വേഷൻ 1. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്, 0,0 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ഇക്വേഷൻ 1 എന്തായിട്ട് മാറും, ഇക്വേഷൻ 1 become 0 ഈക്വൽ ടു എക്സ് 0 ആകുമ്പം cos 0 1 ആയിട്ട് മാറും, സൈൻ 0 എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. Therefore നമുക്ക് കിട്ടും c1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. c1 0 എന്ന് കിട്ടി. സെയിം സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്, a,0 ആണ്. ഓൾറെഡി എന്താണ് c1 0 ആയിട്ട് മാറി. Therefore ഈ c1 ടേമിനെ എടുക്കേണ്ട കാര്യമേ ഇല്ല. Therefore ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും, 0 ഈക്വൽ ടു c2 ഇൻറ്റു സൈൻ k ടൈംസ് a ആയിട്ട് മാറും. ഡൗട്ടില്ലെന്ന് കരുതുന്നു. ഇവിടെ c2 ഒരിക്കലും 0 ആകത്തില്ല. c2 0 ആയാൽ എന്താണ് ടോട്ടൽ ഫൈനൽ സൊല്യൂഷൻ എന്തായിട്ട് മാറും, y is equal to 0 ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ഇക്വേഷനിൽ ഒരിക്കലും ഡബിൾ ഡെറിവേറ്റീവ് എടുക്കുമ്പം എന്താണ് ഒരു k സ്ക്വയർ y കിട്ടത്തില്ല. കാരണം y 0 ആയാല് ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെ എന്താണ് 0 ആണ്. മൈനസ് k സ്ക്വയർ y ഒരിക്കലും സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടത്തില്ല. Therefore c2 ഒരിക്കലും എന്താകത്തില്ല, 0 ആകത്തില്ല. Therefore നമുക്ക് പറയാം സൈൻ k a എന്തായിരിക്കണം, 0 ആയിരിക്കണം. സൈൻ k 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ്റെ നമുക്കറിയാം ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. Therefore നമുക്ക് പറയാം ഇവിടെ k ഇൻറ്റു a is equal to എന്തായിരിക്കും, ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ ആയിരിക്കും. അല്ലെങ്കിൽ പറയാം k is equal to എന്തായിരിക്കും, m പൈ ഡിവൈഡഡ് ബൈ a ആയിരിക്കും. Therefore ഇക്വേഷൻ 1 എന്തായിട്ട് മാറും. Therefore ഇക്വേഷൻ 1ൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇക്വേഷൻ 1 y is equal to c2 sin kക്ക് പറയുന്നത് കൊടുക്കാം m പൈ ഡിവൈഡഡ് ബൈ a എന്ന് കൊടുക്കാം. Therefore ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും, y is equal to c2 sin m പൈ ഡിവൈഡഡ് ബൈ a ഇൻറ്റു x ആയിരിക്കും. അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വന്നാല് ഇവിടെ ഏത് വാല്യൂസ് ഓഫ് എമ്മിൽ എന്ത് ചെയ്യണം, ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. Therefore ജനറൽ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു y is equal to sigma m a constant into sin of m pi divided by a into x ആയിരിക്കും. Therefore ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ബേസിക് എന്താണ് മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് എന്താണ് എക്സ്ട്രാ ആയിട്ട് 2 ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ സർ. ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ എന്താണ് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് സെയിം ഫോർമാറ്റിലാണ്. 2 ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, n ഓഫ് 0 ക്യാപിറ്റൽ K ആണ്. സിമിലർലി n ഓഫ് ഇൻഫിനിറ്റി എന്താണ് 0 ആണ്. ഓക്സിലറി ഇക്വേഷൻ ഈക്വൽ ടു എന്തായിരിക്കും, ഓക്സിലറി ഇക്വേഷൻ ഈക്വൽ ടു എം സ്ക്വയർ മൈനസ് ഇവിടെ n ഓഫ് എക്സ് ആണ്, വൈക്ക് പകരം n ഓഫ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് വൈക്ക് പകരം n ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. n ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. നോർമലി y is equal to ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതിന് പകരം അനദർ ഫംഗ്ഷൻ ഓഫ് n ഓഫ് എക്സ് എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ ഡിഫറൻസ്. Therefore ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ ഈക്വൽ ടു m സ്ക്വയർ മൈനസ് 1/l സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. Therefore m is equal to എന്തായിരിക്കും, പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/l സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/l ആയിരിക്കും. Therefore സൊല്യൂഷൻ ഈക്വൽ ടു എന്തായിരിക്കും, ഇതൊരു ഹോമോജനിയസ് ഇക്വേഷൻ ആണ്. Therefore കോംപ്ലിമെന്ററി ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അതിന്റെ ഫൈനൽ സൊല്യൂഷൻ n ഓഫ് എക്സ് ഈക്വൽ ടു c1 ഇൻറ്റു ഇ റേസ് ടു ഫസ്റ്റ് റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് c2 ഇൻറ്റു ഇ റേസ് ടു സെക്കൻഡ് റൂട്ട് ഇൻറ്റു എക്സ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ എന്താണ് ഈ c1 c2 ഫൈൻഡ് ചെയ്യാൻ 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഫസ്റ്റ് n ഓഫ് 0 ഈക്വൽ ടു k എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, k ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, c1 പ്ലസ് c2 ആയിട്ട് മാറും. ഓക്കെ, ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. k ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി,
C1 പ്ലസ് C2 കിട്ടി. സിമിലർലി എന്താണ് സെക്കൻഡ് കണ്ടീഷൻ കൊടുക്കുമ്പം എൻ ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു എന്താണ് 0 ആണ്. ദെർഫോർ എൻ ഓഫ് ഇൻഫിനിറ്റി ഇക്വേഷൻ 1 കൊടുത്താൽ ഇക്വേഷൻ 1 ഇംപ്ലീസ് 0, k ആണ്. സോറി 0, k ആണ് ഫസ്റ്റ് വാല്യൂ. രണ്ടാമത്തെ വാല്യൂ എന്താണ് 0, ഇൻഫിനിറ്റി 0 ആണ്. ഇൻഫിനിറ്റി 0 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും 0 ഈക്വൽ ടു C1 e raised to 1 divided by L into infinity എന്തായിട്ട് മാറും e raised to infinity ആയിട്ട് മാറും. പ്ലസ് C2 into e raised to എന്തായിട്ട് മാറും മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. e raised to മൈനസ് ഇൻഫിനിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. therefore ഈ രണ്ടാമത്തെ ടേം ക്യാൻസൽ ആയിട്ട് പോകും. C1 into e raised to infinity എന്തെന്ന് കിട്ടും 0 എന്ന് കിട്ടും. therefore C1 ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും. C1 0 ആയിട്ട് മാറും. C1 0 ആയിട്ട് മാറിയാല് C1 പ്ലസ് C2 C2 എന്തായിട്ട് മാറും ക്യാപിറ്റൽ K ആയിട്ട് മാറും. therefore ഫൈനൽ സൊല്യൂഷൻ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും ഇക്വേഷൻ 1 ഈക്വൽ ടു ഇക്വേഷൻ 1 ബിക്കം n ഓഫ് x ഈക്വൽ ടു C1 0 ആയി. therefore C2 into e raised to minus 1 by L into x ആയിട്ട് മാറും ഈക്വൽ ടു K into e raised to minus x divided by L ആയിട്ട് മാറും. ഇങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് K into e raised to minus x divided by L is equal to ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. n ഓഫ് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും, K ആയിരിക്കും when x is equal to 0. അവിടെ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന് ഇൻഫിനിറ്റി കൊടുത്തപ്പം എന്താണ് C1ന്റെ വാല്യൂ 0 ആയിട്ട് മാറി. therefore C2 ഈക്വൽ ടു എന്തായിട്ട് മാറും ക്യാപിറ്റൽ K ആയിട്ട് മാറും. therefore ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു n of x ഈക്വൽ ടു K into e raised to മൈനസ് x by L ആയിരിക്കും. ക്ലിയർ ആണോ ഇത്? ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈം ഞാൻ എക്സ്ട്രാ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതുകൂടി സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എന്ത് വേണം? എടുക്കാം സർ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ ക്ലാസ്? നമുക്കൊരു എക്സ്ട്രാ ഒരു 10 മിനിറ്റ് കൂടെ. ഓക്കെ സർ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ജസ്റ്റ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പം ആ ക്വസ്റ്റ്യനിൽ ചില കേസിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്, ചില കേസിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ ആയിരിക്കും, ചില കേസിൽ ടോട്ടൽ സൊല്യൂഷൻ ആയിരിക്കും. അന്നേരം ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് മാത്രം എന്താണ് കണ്ടുപിടിക്കാൻ സ്പെൻഡ് ചെയ്യുക. ഫൈനൽ സൊല്യൂഷൻ ഡയറക്ട്ലി കണ്ടുപിടിച്ചിട്ട് പിന്നെ ഓപ്ഷൻസ് നോക്കുമ്പം ഓപ്ഷനിൽ ഇല്ലെന്ന് കരുതി കൺഫ്യൂഷൻ ആകരുത്. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താണെന്ന് 2 തവണ വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യേണ്ട, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമാണ്. ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? 2x² into d² y by dx² plus 3 into x into dy by dx minus 3y equal to x³ എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെറിവേറ്റീവ് ടേംസും ആ സെയിം പവറിലുള്ള വേരിയബിളും ഒരുമിച്ച് വന്നാൽ അത് ഏത് ഇക്വേഷൻ ആയിരിക്കും? കോഷീസ് യൂളേഴ്സ് ഇക്വേഷൻ ആയിരിക്കും. കോഷീസ് യൂളേഴ്സ് ഇക്വേഷനിൽ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? e raised to z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലെറ്റ് x is equal to e raised to z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ e raised to z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x² into എവിടെ x² into d² y by dx² വന്നാലും അതിനെ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം? d into d minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. x into dy by dx ഈക്വൽ ടു എന്തായിരിക്കും? d തന്നെ ആയിരിക്കും. x³ ആയിരുന്നെങ്കിലോ x³ into d³ by dx³ ആയിരുന്നെങ്കിൽ d into d minus 1 into d minus 2 ആയിട്ട് മാറും. ഇവിടെ x² ആണ്, therefore ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, d into d minus 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെന്താണ്? കോഷീസ് യൂളേഴ്സ് ഇക്വേഷൻ ആണ്. ഓക്കെ, CE ഇക്വേഷൻ ആണ്. കോഷീസ് റൈമൻ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു കോഷീസ് യൂളേഴ്സ് ഇക്വേഷൻ ആണ്. therefore x² into d² y by dx² d into d minus 1 ആണ്. therefore ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു എന്തായിട്ട് മാറും?
പ്ലസ് 3 ടൈംസ് ഡി മൈനസ് 3 ഓപ്പറേറ്റിംഗ് ഓൺ വൈ ഈക്വൽ ടു എക്സ് ക്യൂബിന് പകരം എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? e⁻³ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ ഡി അല്ല, ഇവിടെ ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? d/dx ആണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡി എന്ന് പറയുന്നത് ഒരു ഡി ഡാഷ് ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാണ്ടിരിക്കാൻ ഇവിടുത്തെ ഡീന് എന്താണ്, ക്യാപിറ്റൽ ഡീന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ഡി ആക്ച്വലി എന്താണ്? d/dz ആണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. ഇവിടെ ഡി എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ക്യാപിറ്റൽ ഡി എന്താണ്? ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ്. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2d² മൈനസ് 2d പ്ലസ് 3d ഈക്വൽ ടു പ്ലസ് ഡി ആയിട്ട് മാറും. -3 ഓപ്പറേറ്റിംഗ് ഓൺ y is equal to e⁻³ ആയിട്ട് മാറും. ഓക്കെ, ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്സിലറി ഇക്വേഷൻ ഈക്വൽ ടു എന്താണ്? 2d², എമ്മിൽ റെപ്രസെന്റ് ചെയ്തു. 2m² പ്ലസ് m-3 ഈക്വൽ ടു 0 ആണ്. ഇവിടെ ഡയറക്ട്ലി സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. m is equal to -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² മൈനസ് 4ac. b എന്താണ്? 1 ആണ്. 1 മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c ഡിവൈഡഡ് ബൈ 2 ടൈംസ് a. കൺഫ്യൂഷൻ വരുമെന്ന് കരുതുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -1 പ്ലസ് ഓർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 3 8 ഇൻറ്റു 3 24 24 പ്ലസ് 1 25 25ൻ്റെ റൂട്ട് 5 വരും, ഡിവൈഡഡ് ബൈ 4 വരും, ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് 5 4 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1 കിട്ടും. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് 1 മൈനസ് 5 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു -6 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു -3/2 ആയിട്ട് മാറും. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? റൂട്ട് ഫൈൻഡ് ചെയ്തു. Therefore നമുക്ക് എഴുതാം ഫൈനൽ സൊല്യൂഷൻ അല്ല, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? C1 ഇൻറ്റു ജനറൽ കേസിൽ എന്തായിരുന്നു? C1 ഇൻറ്റു e⁻m1 ഇൻറ്റു എക്സ് ആണ്. ഇവിടെ ആക്ച്വലി m1 ഇൻറ്റു എക്സ് എന്നല്ല എഴുതുന്നത്, m1 ഇൻറ്റു z എന്നാണ് എഴുതുന്നത്. ഓക്കെ, therefore സൊല്യൂഷൻ ഈക്വൽ ടു എന്തായിട്ട് മാറും? e⁻1 ഇൻറ്റു z പ്ലസ് C2 ഇൻറ്റു e⁻−3/2 ഇൻറ്റു z ആയിട്ട് മാറും. നമുക്ക് വേണ്ട ഫൈനൽ സൊല്യൂഷൻ ഏത് ഫോമിലാണ്? ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ വേരിയബിൾ ഫോർമാറ്റിലാണ്. therefore e⁻z ഈക്വൽ ടു എന്തായിട്ട് മാറും? എക്സ് ആണ് e⁻z. therefore e⁻z ഈക്വൽ ടു എക്സ് ആയിട്ട് മാറും. പ്ലസ് C2 ഇൻറ്റു e⁻−3/2 z ആണ്. -3/2 z എന്തായിട്ട് മാറും? x⁻−3/2 ആയിട്ട് മാറും. therefore C2 ഇൻറ്റു x⁻−3/2 ആയിട്ട് മാറും. ഇതായിരിക്കും ഫൈനൽ സൊല്യൂഷൻ. ഇവിടെ ഓപ്ഷൻ ബി ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി ആണ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത്. therefore സൊല്യൂഷൻ എന്തായിരിക്കും? C1x പ്ലസ് C2 x⁻−3/2 ആണ്. അങ്ങനെ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താണ് ഈ കാര്യം എടുക്കുന്നത് മറന്നു പോകലും. ഇതിന് പകരം d² എടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ റോങ് ആയിരിക്കും. കോഷി-സ്യൂളേഴ്സ് ഇക്വേഷൻ ആണെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുക x² ഇൻറ്റു d²y/dx² ഈക്വൽ ടു d ഇൻറ്റു d-1 ആയിരിക്കും. സിമിലർലി x is equal to എന്തായിരിക്കും? e⁻³ ആയിട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ the particular integral of the differential equation is -4/7 into e⁻⁴x ആണ്. ഓക്കെ, നമുക്ക് എഴുതാം particular integral equal to എന്തെന്ന് എഴുതാം? particular integral equal to e⁻⁴x divided by d² പ്ലസ് 2d-1 ആണ്. നമുക്കറിയാം e⁻ax ഡിവൈഡഡ് ബൈ f(d) ആണെങ്കിൽ f(d)യിലെ ഡിക്ക് പകരം എന്ത് കൊടുക്കും? a കൊടുക്കും. അങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്. therefore ഇതിന്റെ വാല്യൂ ആക്ച്വലി എന്തായിരിക്കും? e⁻⁴x ഡിവൈഡഡ് ബൈ α² പ്ലസ് 2 ടൈംസ് α-1 ആണ്. അതാണ് ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് അവർ തന്നിരിക്കുന്നത്. അത് e⁻⁴x മൾട്ടിപ്ലൈഡ് വിത്ത് -4/7 ആണ്. therefore നമുക്ക് എഴുതാം
1 divided by alpha square plus 2 alpha minus 1 equal to minus 4 by 7 ആയിരിക്കും. അല്ലെങ്കിൽ കോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതാം? 4 ആൽഫ സ്ക്വയർ പ്ലസ് 8 ആൽഫ മൈനസ് 1 മൈനസ് 4 പ്ലസ് 4 ആയിട്ട് മാറും. മൈനസ് 7 ഈക്വൽ ടു മൈനസ് 3 ആയിട്ട് മാറും. ആൽഫ ഈക്വൽ ടു മൈനസ് 8 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ 64 ആണ്. മൈനസ് 4 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 ആയിട്ട് മാറും. ഇത് ചെയ്ത് നോക്കുക, ആൻസർ കണ്ടുപിടിച്ച് നോക്കുക. ജസ്റ്റ് ഇതിന്റെ സൊല്യൂഷൻ മാത്രമാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ റൂൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു ആൻസർ തന്നിരിക്കുന്നു, ആ ആൻസറിൽ നിന്ന് ആ ആൻസറിലുള്ള ഒരു അൺനോൺ കോൺസ്റ്റന്റ് ആൽഫയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചെയ്ത് നോക്കുക.